ഡിയേഴ്സ്. അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ കൊല്ലത്ത് വന്നിട്ടില്ല ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കൊല്ലത്ത് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വീടും പരിസരവും നമ്മുടെ എന്തൊക്കെയാണ് ഉണ്ടായത്, നമ്മുടെ ചെടികൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇറങ്ങി നോക്കൂട്ടോ. അതെനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമുക്ക് മാങ്ങ ഉണ്ടായിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഒന്നും മൂത്തിച്ചില്ല. പിന്നെ നമ്മുടെ ചെടികൾ അതൊക്കെ നോക്കാൻ നല്ല ഇഷ്ടമാണ് എനിക്ക്. ഇപ്പോൾ മഴയൊക്കെ ആയ കാരണം കുറേ ചെടികളൊക്കെ നാശം വന്ന് പോയിട്ടുണ്ടെങ്കിൽ പോലും കുറേ ചെടികളൊക്കെ നന്നായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അപ്പോൾ 3-4 മാസമായി ഞാൻ ഇക്കാടെ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് എപ്പം വന്നാലും ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുന്നത് പീസ്ഫുള്ളായിട്ട് എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ഈ ചെടികൾ നോക്കാനും അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാനും ഒക്കെയാണ് കേട്ടോ. എത്ര കല്യാണം കഴിച്ച് വിട്ടവർ അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഒരുപാട് മിസ് ചെയ്യും കേട്ടോ നമ്മുടെ വീട്. ഇത്ര ദൂരത്തും കൂടെ ആയ കാരണം നമ്മുടെ വീടും വീട്ടുകാരെയൊക്കെ ഒരുപാട് മിസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ വളരെ ദൂരെ ഹസ്ബൻഡിൻ്റെ വീടുള്ളവരൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ വീടും പരിസരവും നമ്മുടെ വീട്ടുകാരെ ഒക്കെ ഒരുപാട് മിസ് ചെയ്യും കേട്ടോ. എൻ്റെ താത്തായി ഇവിടെ അടുത്താണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് വലിയ മിസ്സിങ് ഒന്നും ഇല്ല, എപ്പം വേണമെങ്കിലും വരാം, നിൽക്കാം, പോവാം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, മലപ്പുറം കൊല്ലം, അപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും വരവ് എന്ന് പറയുന്നത് നമുക്ക് പറ്റില്ല. ഇപ്പോൾ കുട്ടിയും കൂടെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കുട്ടിയുടെ ഹെൽത്ത് നോക്കണം, അതൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഷോർട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.